ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നാലും ഈശോ മറക്കത്തില്ല കേട്ടോ. നമ്മൾ ഈശോയുടെ സന്നിധിയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, നിർമ്മല ഹൃദയത്തോടെ നമ്മൾ പങ്കുവച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, നമ്മൾ മറന്നാലും ഈശോ അത് മറക്കത്തില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പത്തിൽ കുർബാനയ്ക്ക് പള്ളിയിൽ കൂടിക്കൊണ്ടിരുന്ന സമയത്ത്, ഓൾട്ടർ ബോയ് ആയിരുന്ന സമയത്ത്, അന്ന് ലൂർദിൽ നിന്ന് അച്ഛൻ ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സാക്ഷ്യങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ നമ്മൾ ഈ ലേഖനം വായിക്കുന്ന ഭാഗം കഴിഞ്ഞ്, ലേഖനം വായിച്ചു കഴിഞ്ഞ്, സുവിശേഷം വായിച്ചു കഴിഞ്ഞ്, അച്ഛൻ വായിച്ചു കഴിഞ്ഞ്, അന്ന് ഇട ദിവസങ്ങളിലെ കുർബാനയായിരുന്നു. അപ്പം പ്രസംഗമൊന്നുമില്ല, പക്ഷേ അച്ഛൻ ലൂർദിലെ ഈ അനുഭവങ്ങളൊക്കെ പള്ളിയിൽ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്കൊരു സഹായം ഈശോയിൽ നിന്ന് വേണം. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിലൂടെ എനിക്കൊരു ഹെൽപ്പ് വേണം. അന്ന് ഇംഗ്ലീഷ് എന്ന ഭാഷ എനിക്ക് ഏറ്റവും സ്ട്രഗിൾ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന ഇംഗ്ലീഷായിരുന്നു. നല്ല എന്നാ പറഞ്ഞത്, നിസാര മാർക്കിനൊക്കെ ജയിക്കുമായിരുന്നു, പക്ഷെ എന്നാലും ഭയങ്കര സ്ട്രഗിളായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് വലിയ പരീക്ഷയിലൊക്കെ പാസ്സാകുമെന്ന് വരെ സംശയമായിരുന്നു. അപ്പം ഞാനന്ന് പ്രാർത്ഥിച്ചു, ലൂർദിൽ എനിക്ക് ഒരിക്കൽ വന്നെങ്കിലും ഒന്ന് സാക്ഷ്യപ്പെടുത്തണം, എന്നെ ഒന്ന് ഈ ഒരു മേഖലയിലൊന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ലൂർദിൽ നിന്നൊരു ചെറിയ പിക്ചർ, അമ്മ മാതാവിൻ്റെ ഒരു പിക്ചർ എനിക്ക് കിട്ടി. ആ പിക്ചർ ഞാനിങ്ങനെ എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനകത്ത് ഇങ്ങനെ വെച്ചു. അതും റോസാംസ്റ്റിക്ക മാതാവിൻ്റെ ഒരു പിക്ചറും കിട്ടി. ഞാനതെൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനകത്ത് വെച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ആ കാര്യം വിട്ടു. പിന്നെ പയ്യെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനൊരു ഗ്രേസ് കർത്താവ് എനിക്ക് തന്നു. ലോങ് സ്റ്റോറി ഷോർട്ട്, വർഷങ്ങൾക്ക് ശേഷം എന്നെ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാക്കി ദൈവം മാറ്റി. പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ദൈവം, ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിപ്പിക്കാൻ ദൈവം ഭാഗ്യം നൽകി. അപ്പം ഞാൻ ഇന്ന് ലൂർദിൽ വന്നപ്പം ഞാൻ ഈ സാക്ഷ്യം നേരത്തെ പങ്കുവെച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വീഡിയോ കൂടി എടുത്ത് ഈ സാക്ഷ്യം പങ്കുവെക്കണമെന്ന് ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞു. ചിലപ്പോൾ അത് ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങൾ തന്നെയോ പഠനകാര്യത്തിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കുരിശിൻ ചുവട്ടിൽ ഈശോ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിക്കുന്നത് കണ്ട അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഈശോയുടെ കുരിശുബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന അനന്ത കരുണ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോംഡ് ആകും. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനും അതൊരു ഗ്രേസാണ്. അത് അനീഷ് എന്ന വ്യക്തിയുടെ കഴിവല്ല, അത് പരിശുദ്ധാത്മാവ് പകർന്ന ഗ്രേസ്. എന്ത് കാര്യമാണ്, നമ്മളിപ്പോൾ അനീഷ് എന്നല്ല, ഏത് വ്യക്തിയാണെങ്കിലും, ഏത് വിഷയമാകട്ടെ, ഏത് എക്സാം ആകട്ടെ, എക്സാമിന് ഒത്തിരിയും പേര് ഒരുക്കി എക്സാമിന് വിടാൻ ഞാൻ ഒരുക്കിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ, പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിള്ളേരോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുക്കി ആൾക്കാർ എക്സാമിന് വിടാറുണ്ട്. എക്സാം കഴിയുമ്പോൾ ചിലർ പറയും എൻ്റെ കഴിവെന്നൊക്കെ പറയും. പക്ഷേ എല്ലാവർക്കും വ്യക്തിപരമായി ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ ദാനമാണ്, കർത്താവിൻ്റെ കരുണയാണ്, കൃപയാണ്, അല്ലേ? എക്സാമിൻ്റെ സമയത്തൊക്കെ പറയാനും സ്പീക്കിങ്ങിനും എഴുതാനും ഒക്കെ കൃപ നൽകിയത് ആരാ? ദൈവം നൽകുന്ന ഒരു ശക്തിയല്ലേ, ഒരു സമാധാനമല്ലേ? ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, അതായത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ചില എക്സാം എഴുതുന്ന സമയങ്ങളിൽ തണുപ്പായിട്ടും അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു വലിയ കരുത്തായിട്ടൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, അമ്മമാതാവിൻ്റെ പ്രാർത്ഥനകൾ, വീട്ടിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് വലിയ ഒരു ഗ്രേസ് കിട്ടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വലിയ പവറാണ്. എന്നാൽ ആ പവർ നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന ഈ സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം അനുവദിച്ചിരിക്കുന്ന, ഇടയാക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാം. എനിക്കും പ്രാർത്ഥനകളുടെ ആവശ്യമുണ്ട്, എനിക്കും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം കരം നീട്ടി ഈ വീഡിയോയിലൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, പരസ്പരം അനുഗ്രഹിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഈശോയുടെയും സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും എൻ്റെ ഈ സഹോദരൻ, എൻ്റെ ഈ സഹോദരി നിറയപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു അബണ്ടന്റ്ലി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആവേ മരിയ ലൂർദിൽ നിന്ന് ഈ സാക്ഷ്യം പറയുവാനും ഈ ടെസ്റ്റ് മണി പങ്കുവയ്ക്കാനും സ്വർഗം നൽകിയ ഒരു അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹാവ് എ ബ്ലസ്സഡ് ഡേ. ഗോഡ് ബ്ലസ് യു.